മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെയും ഇന്നുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അസന്നിഗ്ധമായിട്ട് സംശയലേശമന്യേ പ്രഖ്യാപിക്കുകയുണ്ടായി. ഗോസംരക്ഷണത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെയും ദളിതരെയും അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെയും എല്ലാവരെയും ആക്രമിക്കുകയും പലപ്പോഴും അത് ചെന്ന് മരണത്തിൽ അവസാനിക്കുകയും എല്ലാം ചെയ്യുന്നത് തനി തെമ്മാടിത്തവും അത് നിയമലംഘനവും നിയമം കയ്യിലെടുക്കലുമാണ്. എല്ലാ സംസ്ഥാനങ്ങളും ഈ ഗോസംരക്ഷണത്തിന്റെ പേരിൽ മസിൽ പവർ ഉപയോഗിച്ച് നിയമത്തെ കയ്യിലെടുക്കുന്നത് തടയണമെന്നും ശക്തമായ ശിക്ഷ ഇപ്രകാരം ചെയ്യുന്നവർക്കെതിരെ കൊടുക്കണമെന്നും പ്രധാനമന്ത്രി പബ്ലിക്കായിട്ട് 2-3 മീറ്റിങ്ങുകളിൽ പറയേണ്ടായി. പലപ്പോഴും പശുക്കൾ മരിക്കുന്നത് പ്ലാസ്റ്റിക് തിന്നിട്ടാണെന്നും 2 ബക്കറ്റ് പ്ലാസ്റ്റിക് ചത്ത ഒരു പശുവിന്റെ വയറ്റിൽ നിന്നെടുത്തത് നേരിട്ട് കാണാനുള്ള തലവിധി ഉണ്ടായ വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നും അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അപ്പൊ പശുക്കളെ സംരക്ഷിക്കണമെന്നുള്ളവര് ആ പശുവിനെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ച് അവയെ പട്ടിണിക്കിടാതെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ആരോ പശുവിനെ തല്ലി കൊന്നു, അതിൻ്റെ തൊലിയെടുത്തു, അതിനെ ഇറച്ചി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് നിയമം കയ്യിലെടുത്ത് പല വിഭാഗം ജനതയുടെ മേല് ആക്രമണം അഴിച്ചുവിടുന്നതിന് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് വളരെ അർത്ഥവത്തായിട്ട് തോന്നി. പലപ്പോഴും യൂട്യൂബിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പട്ടിയെ സംരക്ഷിക്കാനും കുരങ്ങനെ സംരക്ഷിക്കാനും ചില പരുന്തുകളെ സംരക്ഷിക്കാനും എല്ലാം നിയമമുണ്ട്. പക്ഷേ അതിരാവിലെ 3 മണി മുതൽക്ക് സ്വബോധത്തോടുകൂടി ആയിരക്കണക്കിന് എരുമകളെയും പോത്തുകളെയും ആടുകളെയും പശുക്കളെയും കാളകളെയും പച്ചയ്ക്ക് കഴുത്തറത്ത് കൊന്ന് അതനുഭവിക്കുന്ന നരകയാതന ഒഴിവാക്കാൻ അൾട്രാ മോഡേൺ ഉപകരണങ്ങൾ ഉപയോഗിച്ച് സെക്കൻഡ് കൊണ്ട് വേദന അറിയിപ്പിക്കാതെ അതിനെ വധിക്കണം എന്ന് പറയാൻ ഇവിടെ ആരുമില്ല. അതനുഭവിക്കുന്ന വേദനയുടെ 10 കോടിയിലൊരംശം വേദന നമുക്ക് അനുഭവിക്കേണ്ടി വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ചിന്തിക്കാൻ പറയാൻ ആരുമില്ല. പശുവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവര് ഓർമ്മിക്കണം, ആ പശുവിൽ നിന്ന് ലഭിക്കാനുള്ള പാലിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലെത്തിയ പശു ചാകുന്നത് വരെ അതിനെ എങ്ങനെയാ സംരക്ഷിക്കുക? ആരാ സംരക്ഷിക്കുക? അത് റോട്ടിലൂടെ നടന്ന് നരകയാതന അനുഭവിച്ച് എവിടെയെങ്കിലും പുഴുത്ത് അത് ചാവുന്നതിന് പകരം അതിനെ ഒരു സെക്കൻഡ് പോലും വേദന അനുഭവിപ്പിക്കാതെ മറ്റ് ഏത് മൃഗത്തിൻ്റെയും ഇറച്ചി കഴിക്കാവുന്നത് പോലെ കഴിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് പകരം അതിനെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കാൻ ഒരു സംവിധാനമില്ലാത്തിടത്തോളം കാലം ഇനി എന്ത് അതിൻ്റെ നരകയാതന അനുഭവിപ്പിക്കാൻ മറ്റ് ഏത് ജന്തുക്കളെയും വേറെ ഏതെങ്കിലും ജന്തുക്കൾ തിന്ന് അതിൻ്റെ അന്ത്യത്തിൽ നിന്ന് അന്ത്യവേദനയിൽ നിന്ന് അതിനെ സംരക്ഷിക്കും. പക്ഷേ ഈ പശു, പോത്ത്, എരുമ തുടങ്ങിയത് കാള, ഇതിൻ്റെ വാർദ്ധക്യത്തിൽ ഇതിനെ ആര് നോക്കും? റോട്ടിലൂടെ അലഞ്ഞ് എവിടെയെങ്കിലും വീണ് വെള്ളം പോലും കുടിക്കാനില്ലാതെ പൊരിഞ്ഞ വെയിലത്ത് ഭക്ഷണം പോലും കിട്ടാതെ ദിവസങ്ങളോളം മാസങ്ങളോളം നരകയാതന അനുഭവിക്കുന്നതിന് പകരം അതിനെ കൊല്ലുകയാണെങ്കിൽ പോലും വേദന അനുഭവിക്കാതെ കൊല്ലുകയോ മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കുകയോ ചെയ്യാൻ ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് ഗോസംരക്ഷകർ ആദ്യം ശ്രമിക്കേണ്ടത്. പശുവും ഭാരതമാതാവും ഗംഗാമാതാവും സ്വന്തം അമ്മയും എല്ലാം പവിത്രവും മാതൃസ്ഥാനമുള്ളതും തന്നെയാണ്. അമ്മയും അച്ഛനും പ്രായമായാൽ നിങ്ങൾ തിന്നുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതേപോലൊരു ഉത്തരം പശുവിന് പറയാൻ പറ്റിയെന്ന് വരില്ല. അമ്മയ്ക്കും അച്ഛനും 1, 2, 3 മക്കളുണ്ടാവും. 2 പേരെ സംരക്ഷിച്ചാൽ മതി മരണം വരെ. അവസാനം വരെയും അവർ കുറേയൊക്കെ മക്കളെ സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഈ പശുവിൽ നിന്ന് ലഭിക്കാനുള്ള പാല് ലഭിക്കൽ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ സംരക്ഷിക്കാൻ ആ കർഷക കുടുംബത്തിന് സാമ്പത്തിക ഭദ്രത ഇല്ല എങ്കിൽ എന്തു ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. ആ കർഷക കുടുംബത്തിലുള്ളവർ തിന്നുന്നതിന്റെ കുറച്ച് ഇവർക്ക് കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചാൽ
ഒരു പശുവിന് ജീവൻ നിലനിർത്തണമെങ്കിൽ കൊടുക്കേണ്ട വെള്ളവും അതിന് കൊടുക്കേണ്ട ഭക്ഷണവും ഒരു വൃദ്ധനായ മാതാവിനോ പിതാവിനോ കൊടുക്കേണ്ട ഭക്ഷണത്തെക്കാൾ എത്രയോ കൂടുതലാണ്. അങ്ങനെ ഒരു ലോജിക്കൽ എടുത്ത് നോക്കിയാൽ നരേന്ദ്രമോദി പറഞ്ഞതുപോലെ ആദ്യം വേണ്ടത് ആ പശുവിനെ സംരക്ഷിക്കുക. അതിന് പ്രായമായി എങ്കിൽ അതിനെ സംരക്ഷിക്കാൻ സാധിക്കില്ലെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് വേണ്ടതെന്ന് നോക്കുക. അത് കേരളത്തിൽ 22 ലക്ഷം പശുക്കളെ ഒരാഴ്ച കൊല്ലുന്നത്, അത് നരകയാതന അനുഭവിപ്പിച്ചാ കൊല്ലുന്നത് എന്ന് കൂടി മറക്കരുത്. ആ നരകയാതന, ആ വേദന അനുഭവിപ്പിക്കുന്ന വഴി ഒന്ന് അടച്ച് അതിന് കൊല്ലുകയാണെങ്കിൽ പോലും വേദനയില്ലാതെ കൊല്ലാനുള്ള ഒരു അൾട്രാ മോഡേൺ സംവിധാനം അമേരിക്കയിലും റഷ്യയിലും മറ്റെല്ലാ വികസിത രാഷ്ട്രങ്ങളിലും ഉള്ളത് ഭാരതത്തിലും കൂടി നടപ്പാക്കാൻ സാധിച്ചാൽ ഈ മേനകാ ഗാന്ധിയെ പോലെ തലയ്ക്ക് സുഖമില്ലാത്തൊരു മന്ത്രി പട്ടിയെ സംരക്ഷിക്കാൻ വാസക്ടമിയോ മറ്റെന്തൊക്കെയോ ചെയ്യണമെന്ന് പറയുന്നതിന് പകരം ആയിരക്കണക്കിന് കുട്ടികളെയും മറ്റ് മൃഗങ്ങളെയും ജനങ്ങളെയും ഉപദ്രവിക്കുന്ന പേപ്പട്ടിയായി മാറുന്ന സാധാരണ പട്ടികളെ കൊല്ലാനുള്ള സംവിധാനം, അതിന് ഏതാ വഴി നോക്കുക. അതിന് പകരം ആ പട്ടികളിൽ ഒന്നിനെയും കൊല്ലാതെ സംരക്ഷിക്കുകയും 22 ലക്ഷം പശുക്കളെ ക്രൂരമായിട്ട് നിന്ദ്യമായിട്ട് കൊല്ലുകയും ചെയ്യുന്ന 2 വൈരുദ്ധ്യാധിഷ്ഠിത നിയമം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് മേനകാ ഗാന്ധിയെ പോലെയുള്ളവരും മറ്റ് സംസ്ഥാന സർക്കാരുകളും തമ്മിൽ എടുക്കുമ്പോൾ ഇങ്ങനെ കൂടി ഒന്ന് ചിന്തിക്കാൻ സാധിക്കട്ടെ. കർഷകർക്ക് തിരിച്ചൊന്നും കിട്ടാതെ വരുന്ന പശുക്കളെ എങ്ങനെ സംരക്ഷിക്കുമെന്നറിയാതെ ഗോസംരക്ഷണം പറഞ്ഞുകൊണ്ട് നടക്കുന്നവരും കൂടി ഓർമ്മിക്കണം. കേരളത്തില് നരകയാതന അനുഭവിപ്പിച്ച് പശുക്കളെ കൊല്ലുന്നവര് കണ്ണടച്ച് ഇവരെല്ലാം അതിന്റെ ബീഫ് കഴിക്കുന്നവരാണ്. അതിനെതിരെ ഒന്നും പറയുകയുമില്ല. ജല്ലികെട്ടിനെതിരെ സുപ്രീം കോടതി വിധി വന്നപ്പോൾ പോലും ഈ പശുക്കളെ നരകയാതന അനുഭവിപ്പിച്ച്, ഈ ഭീകര ശരീരത്തെ നരകയാതന അനുഭവിപ്പിച്ച് കൊല്ലുന്നതിനെതിരെ കോടതി പോലും ഒന്നും മിണ്ടാത്തൊരവസ്ഥ. ഇവിടെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം കുറെ കൂടി പ്രായോഗികമായിട്ട് നമ്മൾ അറിയാനും പഠിക്കാനും പ്രചരിപ്പിക്കാനും ശ്രമിക്കേണ്ടത് എന്ന് കൂടി പറയുന്നു. വളരെ തുറന്ന് തന്നെയാണ് പറയുന്നത്. വാർദ്ധക്യത്തിലിരിക്കുന്ന മൃഗത്തെ സംരക്ഷിക്കാൻ സംവിധാനങ്ങളില്ലാത്തയിടത്തോളം കാലം നരകയാതന അനുഭവിപ്പിച്ച് പുഴുത്ത് അത് മരിക്കാൻ അനുവദിക്കരുതെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.